ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 22 എല്ലാവർക്കും സ്വാഗതം. ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ എൻ്റെ ഒപ്പം മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾ 2025 മുമ്പ് തന്നെ ചന്ദ്രനിൽ കാലുകുത്തുന്നതായിരിക്കും. അയ്യോ, കാരണം ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ റാക്കറ്റ് എന്നാണ്. എന്താണെങ്കിലും നമുക്ക് ഷോർട്ട് ഫിലിമിലേക്ക് പോവാം. ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയ്മെൻറ്റ് യൂണിയൻ സിനിമാ സംഘടന എറണാകുളം. ജൂനിയർ ആർട്ടിസ്റ്റ് നിരവധി ആവശ്യം ഉന്നയിച്ചാൽ ഞാൻ പിന്നെ വായിക്കാം. അടുത്തത് നിരവധി പാവങ്ങളുടെ കണ്ണീരൊപ്പി അനുഗ്രഹീത കലാകാരൻ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ബാലച്ചേട്ടൻ. ദിസ് ഈസ് റാങ്. അത് ശരി തന്നെ, വളരെ റോങ് ആയിരിക്കുന്നു സന്തോഷ്. ഇതാരപ്പാ എൻ്റെ ഷോർട്ട് ഫിലിമിനൊപ്പം ആദ്യം മുതൽ അവസാനം വരെ കൂടെ വന്ന ഫിലിം ആർട്ടിസ്റ്റ് എംപ്ലോയ്മെൻറ്റ് യൂണിയൻ സിനിമാ സംഘടന. സിനിമ തുടങ്ങുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മിസ്സാക്കിയത്. കഥ തിരക്കഥ സംഭാഷണ സംവിധാനം കെ മുരളീധരൻ. ഫിലിപ്പിന്റെ പറി. യവൻ എല്ലായിടത്തും ഉണ്ടല്ലോ. പൂവ് ചൂടി പുലർക്കാല മഞ്ഞിന്റെ കുളിരുള്ള കാറ്റിൻ പകൽ പോലെ യവൻ എന്നാ പ്രസവ വാർഡിലേക്കാണോ പോകുന്നത്? കിരണങ്ങൾ പകരുന്ന മധുരം. പാട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. പ്രിയവധൂവരന്മാരേ, ഈ കുട്ടിക്ക് ഭയങ്കര ചെറുപ്പം തോന്നുന്നു. എനിക്ക് മാത്രമാണോ തോന്നിയത്? ചന്ദനക്കുറി തൊട്ട് മന്ദാര പൂവ് ചൂടി. അല്ല, ഞാനിത് ഷോർട്ട് ഫിലിം റിയാക്ഷൻ തന്നെ അല്ലേ ചെയ്യുന്നത്? കല്യാണ വീഡിയോ എല്ലാം ആണോ? പ്രിയവധൂവരന്മാരേ, പ്രിയവധൂ മണ്ഡപത്തിൽ മണി. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പായസം സൂപ്പർ ആയിരുന്നു. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. എനിക്കും സദ്യ ഇഷ്ടപ്പെട്ടില്ല. ഞാനും പായസം 2 ഗ്ലാസ് കുടിച്ചു. ഇപ്പോൾ ഏത് സിനിമയിൽ അഭിനയിക്കുന്നത്? കാക്കത്തുരുത്ത് എന്ന സിനിമയിൽ. ആ സിനിമയുടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നത്? കാക്കത്തുരുത്ത് ദ്വീപിൽ. അതിൽ എനിക്കൊരു ചാൻസ് വാങ്ങിത്തരോ? കാക്കത്തുരുത്ത് പ്രൊഡ്യൂസറോട് പറയാം. പ്രൊഡ്യൂസർ മുരളി അങ്ങളോട് ചോദിച്ചിട്ട് പറയാം. ചേച്ചി വെള്ളം വേണോ? കുറച്ച് താ. ചേട്ടനോ? എനിക്ക് കുറച്ച് വേണം. ഇപ്പോഴാണ് എനിക്ക് ആ സത്യം ശരിക്കും മനസ്സിലായത്. ശരിക്കും ഇവരുടെ കല്യാണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇവരൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ നോക്കിയതാണ് സംഭവം. അതൊന്നുകൂടാ കുടിച്ചത്. വെള്ളം ഇറങ്ങുന്നതിന് മുമ്പേ വെള്ളം കുടലിൽ ചെന്നു. ഏട്ടാ, എന്നാ നമ്മുടെ കല്യാണം? നിന്നെ കല്യാണം കഴിക്കാൻ എന്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത്? എങ്കിലേ നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കാം. ഏട്ടാ, എന്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ. പറമുത്തേ പറി. ഹണിമൂൺ സിംഗപ്പൂരിൽ വെച്ചായാലോ? നമുക്ക് 5 കുട്ടികൾ വേണം, അതാണ് ആഗ്രഹം. 18 പോലും തികയാത്തൊരു കൊച്ചിനെയാണ് ഞാൻ കല്യാണത്തിൽ കണ്ടത്, കല്യാണ പെണ്ണായിട്ട്. അപ്പൊ ഇവിടെ 36 കഴിഞ്ഞ ഒരാൾ പറയുക. ഏട്ടാ, എന്നാ നമ്മുടെ കല്യാണം? എന്റെ പൊന്നെ, നമുക്ക് 5 കുട്ടികൾ വേണം, അതാണ് ആഗ്രഹം. ആദ്യം നിങ്ങൾ ഒളിച്ചോട്, എന്നിട്ട് നമുക്ക് 5 കുട്ടികളൊക്കെ ആക്കാം കേട്ടോ. 10 പൈസക്ക് പോലും ഗതിയില്ലാത്ത ഞാൻ എന്റെ വീട്ടുകാരെ ചെലവിലാണ് ഞാൻ കഴിയണത്. അത് പറയാൻ കാണിച്ച ഒരു ആണത്തം ഉണ്ടല്ലോ, നല്ല പെണ്ണാച്ചിത്തരം പോലെ ഉണ്ട്. രണ്ടാമത് പറഞ്ഞ ആഗ്രഹം നമുക്ക് നോക്കാം. ഹലോ, ഞാൻ ആശയാണ്. ആശയല്ല, ആശാ വർക്കർ. ഞാൻ ആശയാണ്. ആശയ്ക്ക് എന്നാ ഉണ്ട് വിശേഷം? നിങ്ങൾ ഗുണ്ടാ സംഘം വാക്ക് പാലിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആശയും ബോസും ഒക്കെ ഒരേ ബസ്സിൽ. തെറ്റായി പോയി. കുട്ടികളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എനിക്കൊപ്പം ഉണ്ട്. കുട്ടികളെ പറഞ്ഞ സ്ഥലത്തെത്തിച്ചിരിക്കണം. ശ്രീ ആശാ ഗുണ്ട സംഘം, കടവന്ത്ര പിഒ, കൊച്ചി. മിതമായ നിരക്കിൽ കിഡ്നി, ലിവർ എന്നിവ എത്തിച്ചു കൊടുക്കപ്പെടുന്ന ഒരേ ഒരു സ്ഥാപനം. ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. ഇപ്പോ കരളീനും കിഡ്നിക്കും ഒക്കെ ആവശ്യക്കാർ കൂടി വരുന്ന സമയമാണ്. ബോസ് ഇങ്ങോട്ട് വിളിക്കണ്ട. ആകാശവാണി കമ്പോളത്തിൽ കരലിന് 12 രൂപ 50 പൈസ, പുകവലിക്കാത്ത കരലിന് 18 രൂപ 50 പൈസ. നന്ദി. ഓഹൈ 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 ഓഹൈ. ഹൃദയം പൂമ്പൊയ്കയാ സ്വപ്നങ്ങൾ. ഒരു ഷോർട്ട് ഫിലിമിൽ 2 പാട്ട്. അതൊരു ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സന്തോഷം. ചേട്ടൻ പോരും അനങ്ങാത്ത ബസ് ഇങ്ങനെ പിള്ളേർ കാണിക്കണ പോലെയൊക്കെ
ഇതെന്തുവാടാ ടിക്ടോക്ക് എടുത്ത് വെച്ചേക്കുന്നോ? കാവൽ മലകമരെ കണ്ണടയ്ക്കല്ലേ മുറക്കമ്മഞ്ഞ. മന്ദാര പൂവ് ചൂടി പുലർക്കാല മഞ്ഞിന്റെ കുളിരുള്ള കാറ്റിൻ ആക്ക് നാളെ റിയാക്ട് ചെയ്യായിരുന്നു. പകൽ പോലെ ഏത് ജില്ലയാണെന്നൊന്ന് നോക്കി വെച്ചേക്കാം, അങ്ങോട്ട് പോകണ്ട. പകരും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം നമുക്കെല്ലാവർക്കും. ചേച്ചി എനിക്ക് ചായ വേണ്ട, കുട്ടികൾക്കെല്ലാം പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വന്നാലോ? നട്ടപ്പാതിരായ്ക്കും ലോട്ടറി വിൽക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് ചേച്ചി. അങ്ങനെ ജീവിതത്തിൽ സമയം നോക്കാണ്ട് അങ്ങനെ പണിയെടുക്കണം. സമയം പോണു. സോറി ചേച്ചി, ഞങ്ങൾ ഇച്ചിരി കൂടിയ ആൾക്കാർ. പക്ഷെ ഈ പാതിരാത്രിക്ക് നട്ടപ്പാതിരായ്ക്ക് ആരാടെ ഈ കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചിറങ്ങുന്നു? സീനാണെന്ന് തോന്നുന്നു. ഇതാണ് റോക്കറ്റ് അല്ല റാക്കറ്റ്. അയ്യോ ആശയും പിള്ളേരെയും കണ്ടില്ലല്ലോ. ആ വഴി പോണുണ്ട്. ആ വഴി പോണുണ്ട്. ഓക്കെ. അതാരാ തലകുത്തി നിൽക്കുന്നേ? സോറി സാർ. ഞങ്ങൾ പിള്ളേരവിടെ നോക്കി, അവിടെയും കാണുന്നില്ല. അയ്യോ പിള്ളേരെവിടെ? ആ നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ? വേഗം വിളിക്കേ. ഇല്ല കണ്ടില്ലോ. ഇത് കിട്ടും. ഒരു ബറ്റാലിയൻ ആൾക്കാരുണ്ട് കേട്ടാ. ബഡ്ജറ്റ് അല്പം കൂടുതലാ. കുട്ടി ആർക്കൊപ്പമാണ് പോയത്? ആശയ്ക്കൊപ്പം. ആരാണ് ഈ ആശ? കുടുംബശ്രീ പ്രസിഡന്റ്. ആശയ്ക്കൊപ്പം. DGPയുടെ ഡ്രസ് കിട്ടു വന്ന SIO. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാ. ആശയുടെ ഒരു കുസതേ. ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാ. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, കുട്ടികൾ ആർക്കൊപ്പമാ പോയത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ശരി. ചിരി അടക്കി പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പിടിക്കും. ആ തലയാട്ട് കണ്ട. ഒരു പരേഡിനുള്ള പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നടാവേ. മക്കളെ, അമ്മമ്മയ്ക്ക് കുടിക്കാൻ വയ്യ, പ്രായമായി. ഇതെന്നതാ മോളെ കുടിക്കുന്നേ? അവിടെ ഒരാൾ ക്രിസ്മസിന് അവൾ പുൽക്കൂട്ടിൽ മറ്റേ സ്നോ വെക്കത്തില്ലേ, അതുപോലെ പുക വിട്ട് കളിക്കും. അയ്യോ നീ നോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. ഇത്രയും പേരുണ്ട്, രണ്ടെണ്ണത്തിനെ പിടിക്കാൻ അറിയാൻ പാടില്ല. സ്പീഡാക്ക്, ഫാസ്റ്റ് ആക്ക്, റണ്ണാക്ക്, ക്യാമറ നോക്ക്. എന്നെ വിട് വിട്. നിനക്ക് ഈ കുട്ടികൾ അറിയോ? ഇല്ല സാറേ. ആനയെ തരാന്ന് പറഞ്ഞാൽ ആശ കൊടുക്കരുത്. ആശ എനിക്കറിയില്ല. ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കടി. ഇല്ല സാറേ എനിക്കറിയില്ല, ഞാൻ സത്യം പറയുന്നേ. പോലീസ് അമ്മച്ചിമാർ ഇങ്ങനൊന്നും ചോദിച്ചാൽ സത്യം പറയില്ല സാർ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പോലും കള്ളം പറയത്തുള്ളൂ സാറേ. നിങ്ങളുടെ രണ്ടുപേരും അവസാനമാണ്. ഇത് എണീക്കിടി. എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതോ സാറേ. അയ്യോ സാറേ ക്ഷമിക്കണം, ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യണതല്ല. എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാ ഇവരുടെ ഗ്യാങ് ലീഡർ ലൂക്ക് ആന്റണി. എന്റെ ഭർത്താവിനെ എന്നെ കൺമുന്നിലിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് എന്നെ മാനഭംഗപ്പെടുത്തി ഇവരുടെ വരുതിയിലാക്കി. പുറക്ക് സാറേ, ഒരു സിപ്പടിക്ക് വെച്ചേ. ഓരോന്ന് ചെയ്യിക്കുന്നതാണ് സാറേ, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം സാറേ, ഞാൻ പറഞ്ഞു തരാം എവിടെയാണെന്ന്. എന്നെ ഉപദ്രവിക്കരുത് സാറേ. ഇത് കാണുന്ന ഞങ്ങളെ ഇത്ര ഉപദ്രവിക്കാമെങ്കിൽ നിങ്ങളൊക്കെ ഇച്ചിരി അനുഭവിക്കണം. എണീക്കിടി. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അവിടെ ഇവിടെയോ? ഏതാണ്? അവിടെ 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 ഇവിടെയോ? ടെറർ കൊണ്ടവളാ. വാതിൽ കൊട്ടിയിട്ട് തമ്മി തമ്മി നോക്കുന്നു. വാതിൽ അവിടെ. സോറി, വാതിൽ ഇവിടെ ആയിരുന്നു. മുന്നും മുന്നും നോക്കാത്തോണ്ടാണോടാ ക്യാമറ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്നതാടേത്? കോഴി ചിക്കിയ പോലെ ആക്കി വെച്ചേക്കണം. ഇതിന് നന്നായിട്ട് കോഴി ചിക്കും. സാറേ ക്യാമറ നോക്കല്ലേ പ്ലീസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ജാതി ക്ലൈമാക്സ്.
മോനെ പേടിക്കണ്ട 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 വെറുതെ ആ റൂമിൽ പോയി ഇവന്മാരെ തല്ലി എഴുന്നേപ്പിച്ച് മര്യാദക്ക് ഈ റൂം തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തുകൊണ്ട് പോയാലും പേടിക്കണ്ട പേടിക്കണ്ട കേട്ടോ. പറഞ്ഞ ആള് പേടിച്ച് ചേർത്തിരിക്കണം. പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല. മതി മതി കുറച്ച് കുറച്ച് കുറച്ചാകും. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നിയമ നടപടിക്ക് ശേഷം പ്രതികളെ ഞങ്ങൾ കോടതിയിൽ കൊണ്ടുപോകും. കുഞ്ഞുങ്ങളെ നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരും. പോ. എന്താണേലും നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഈ ഷോർട്ട് ഫിലിം നമുക്ക് വിലയിരുത്താം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് റാക്കറ്റ് എന്നല്ലായിരുന്നു ഇടേണ്ടത്, റോക്കറ്റ് എന്നായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അലിൻ ജോസ് തൃക്കാവടിനെ എന്തിനാണ് കാണിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കുടുംബശ്രീ ചേച്ചിമാരെ വെച്ച് പടം പിടിച്ച് വെച്ചേക്കുക. അയ്യോ ആശയും ബോസും ഒരേ ബസ്സിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വെച്ചും കാര്യങ്ങൾ സംസാരിക്കും. ഫാമിലി ട്രിപ്പ് പോയപ്പോൾ പെട്ടെന്ന് വെച്ച ബുദ്ധിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ. ഫുൾ വീഡിയോ ലിങ്ക് മാക്സിമം തരണം, എന്നാലേ നമുക്കത് റിയാക്ട് ചെയ്യാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. ഓക്കെ. എനിവേ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അയ്യോ സോ ബൈ ഫോർ നൗ.